ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വരുന്നത്. എന്നാലും നമുക്ക് ഇന്നു മുതൽ ഒന്നുകൂടി തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിസംസ് ഉള്ള പാഠമാണ്. 9ാം ക്ലാസ് മാത്സിലാണ് ഇത് നിങ്ങൾ ആദ്യമായി പഠിക്കുന്നത്. പ്രിസംസിനെ കുറിച്ച് വലുതായിട്ട് പഠിക്കാൻ മനസ്സിലാവും. അതിൻ്റെ വോളിയം എന്നുള്ളത് പഠിച്ചിട്ടുണ്ടാകും, എന്നാലും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് പുതിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ് ഒരു പ്രിസം എന്ന് ചോദിച്ചാൽ, അത് നമ്മളൊരു പോളിഗൺ വരയ്ക്കുക. ഓക്കെ, ആ പോളിഗൺസിന് ചുറ്റും നമ്മൾ റെക്റ്റാങ്കിൾസ് അടുക്കി അടുക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് അതിനെ മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിനൊരു 3D ഷേപ്പ് കിട്ടില്ലേ? അങ്ങനെ അത് ക്ലോസ്ഡ് ആണെങ്കിൽ അതിന് നമ്മൾ പ്രിസം എന്ന് പറയും. ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഡാർക്ക് ഫാൻറ്റസി ഒക്കെ കിട്ടുന്ന പെട്ടി. ഓക്കെ, അതിൻ്റെ എന്താണ് ബേസ് ഒരു പോളിഗൺ ആണ്. ബേസ് പോളിഗൺ ആയിരിക്കണം, പ്രിസത്തിന് പറ്റില്ല. ബേസ് പോളിഗൺ ആണെങ്കിൽ മാത്രമേ അത് പ്രിസം ആവുള്ളൂ. ബേസ് പോളിഗൺ ആണ്, ചുറ്റും റെക്റ്റാങ്കിൾസ് ഉണ്ട്, ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മളൊരു പ്രിസം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കാലിഡോസ്കോപ്പ്. ഓക്കെ, കാലിഡോസ്കോപ്പ് ഒരു പ്രിസമാണ്. കാര്യം അതിൽ ട്രയാങ്കിൾ എന്ന പോളിഗൺ ഉണ്ട്, ചുറ്റും റെക്റ്റാങ്കിൾസ് സ്കെയിലാണ്. ഓക്കെ, അതൊരു പ്രിസമാണ്. അങ്ങനെ നമുക്ക് സൈഡ് എന്ത് പോളിഗണോ ആയിട്ട് ചുറ്റും റെക്റ്റാങ്കിൾസ് ഉണ്ടെങ്കിൽ അതെന്താണ്? പ്രിസം ആണ്. അപ്പോൾ ഈ പ്രിസത്തിന്റെ വോളിയം കാണാനുള്ള ഫോർമുലയാണ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അതായത് ബേസിന്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇപ്പോൾ ആ ഡാർക്ക് ഫാൻറ്റസി പെട്ടിയുടെ കാര്യമാണെങ്കിൽ ബേസ് ഇപ്പോൾ ഒരു 5 ആണെന്നിരിക്കട്ടെ, ഹൈറ്റ് ഒരു 7 ആണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിൾ ആണല്ലോ. അപ്പോൾ അതിന്റെ ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ ആണല്ലോ. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് 7 ആണ്. അതിന്റെ ആ റെക്റ്റാങ്കിളിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 35 ഇൻറ്റു 7 245 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ വോളിയം. വോളിയത്തിന്റെ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഞാൻ ഏരിയ എന്ന് വിചാരിച്ചത് സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ എന്തും എഴുതാം. ഇനി അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ. ഓക്കെ, അതായത് ലാറ്ററൽ സർഫസ് എന്ന് പറയുമ്പോഴേക്കും ആ ഡാർക്ക് ഫാൻറ്റസിയുടെ പെട്ടി എടുത്താൽ അതിന്റെ റെക്റ്റാങ്കിളിന്റെ എല്ലാത്തിൻ്റെ സർഫസുകളുടെ ഏരിയ കൂട്ടിയാലാണ് നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടുന്നത്. അത് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ വരുമ്പോൾ എന്താണ്? ബേസ് പെരിമീറ്റർ 20 വരും, ഹൈറ്റ് 7 വരും. അപ്പോഴേക്കും 140 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ വന്നിട്ട്. ഓക്കെ, അപ്പം അതൊക്കെയാണ് അതിൽ വരുന്നത്. ഇനി ടോട്ടൽ സർഫസ് ഏരിയ ആണെങ്കിൽ എന്ത് വരും? അടിയിലുള്ള 2 പോളിഗൺസിന്റെ അതായത് 2 ടൈംസ് ബേസ് ഏരിയ, അതായത് ബേസ് ഏരിയ പ്ലസ് മുകളിലത്തെ ആ പോളിഗണിന്റെ ഏരിയ, 2 തവണ പോളിഗണിന്റെ ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ വരും. ഓക്കെ, അതാണ് ടോട്ടൽ സർഫസ് ഏരിയ, TSA എന്ന് പറയും. അത് വേണമെന്നില്ല, ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടിയാൽ മതി. അതിന്റെ ബേസ് പെരിമീറ്ററിന്റെ ഹൈറ്റ് ആണ്, അതിന്റെ കൂടെ 2 തവണ ബേസ് ഏരിയ കൂട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത്രയാണ് നമ്മൾക്ക് ഈ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് വരുന്നത് ട്രൂലി സിലിണ്ടർ ആണ്. ഓക്കെ, സിലിണ്ടർ നമുക്കറിയാം, നമുക്ക് പ്രിങ്കിൾസ് കുപ്പി. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് സിലിണ്ടറിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, അതായത് അതിന്റെ ബേസും മുകൾ ഭാഗവും സർക്കിൾ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് അതിന് കൃത്യമായി ഹൈറ്റും ഉണ്ടാകും. ഓക്കെ, അതിന്റെ വോളിയം എന്ന് പറയുന്നത് ഇതിനെയും പ്രിസമായിട്ട് തന്നെയാണ് കൂട്ടുന്നത്, റെക്റ്റാങ്കിൾ അല്ല. പിന്നെ അടിഭാഗം പോളിഗൺ വെച്ച് സർക്കിളാണ്, എന്നാലും ഇതിനൊരു പ്രിസമായിട്ട് കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ πr², പിന്നെ ഹൈറ്റ് πr² ആണ് ഇതിന്റെ വോളിയം. പിന്നെ ഇതിന് ലാറ്ററൽ സർഫസ് ഏരിയ അല്ല, കാര്യം ചരിഞ്ഞിരിക്കുന്ന സർഫസ് ആയതുകൊണ്ട് കേർവ്ഡ് സർഫസ് ഏരിയ എന്നാണ് പറയുന്നത്. അത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, 2πrh അതാണ് അതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ. അതായത് ബേസ് പെരിമീറ്റർ, ബേസ് ഏരിയ അല്ല, ബേസ് പെരിമീറ്റർ, അത് സർക്കിൾ ആയതുകൊണ്ട് 2πr ഇൻറ്റു ഹൈറ്റ് ആണ് അതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ. അപ്പോൾ ഇത്രയാണ് പ്രിസംസ് എന്നുള്ള ഭാഗത്ത് ഉള്ളത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.